ഹുണ്ടായുടെ ഒരു ഐറ്റനാണ് വണ്ടി. ഐറ്റൻ ഇത് എ സി വർക്ക് ചെയ്യത്തില്ല. എ സി വർക്ക് ചെയ്തില്ല. എ സിയുടെ സ്വിച്ചെല്ലാം ഓണാകും, ഫാനും വർക്ക് ചെയ്യും. പക്ഷേ കൂളിംഗ് ഇല്ല. കൂളിംഗ് കംപ്രസർ ഓണാകത്തില്ല. അതാണ് കംപ്ലയിൻറ്റ്. സ്റ്റാർട്ടാക്കിയിട്ട് നോക്കാം. ഫാൻ ഒക്കെ വർക്കിങ്ങാണ്. ഈ ലൈറ്റും എല്ലാം കറക്റ്റായിട്ട് കത്തുന്നുണ്ട്. ഇതുണ്ട്. കംപ്രസർ ഓണാകത്തില്ല, അതുകൊണ്ട് കൂളിംഗ് ഇല്ല. എന്താ കുഴപ്പമെന്ന് നോക്കാം. ഇതാ എ സി കംപ്രസറിൻ്റെ റിലേ വരുന്നത്. എ സിയുടെ കംപ്രസർ റിലേ വരുന്നതാണ്. ഈ റിലേ ആണ് എ സിയുടെ കംപ്രസർ ഓണാകാനുള്ള റിലേ. ആ റിലേ വേറെ വെച്ച് നോക്കി, പക്ഷേ ആ റിലേയുടെ കുഴപ്പമല്ല. റിലേ ചെക്ക് ചെയ്ത് നോക്കി, അതിന് കുഴപ്പം കാണുന്നില്ല. വേറെ റിലേ വെച്ച് നോക്കി, അതിന് കുഴപ്പമൊന്നും. ഇവിടെ ആയിട്ടൊരു പ്രഷർ സ്വിച്ച് ഉണ്ട്. ഇത് എ സിക്കകത്ത് ഗ്യാസ് ഇല്ലെങ്കിൽ കംപ്രസർ വർക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി ഒരു സ്വിച്ച് ഉണ്ട്, പ്രഷർ സ്വിച്ച്. ആ സ്വിച്ചാണ് ഇത്. ഈ സ്വിച്ച് കംപ്ലൈൻ്റ് ആണെങ്കിൽ എ സി വർക്ക് ചെയ്യത്തില്ല. ഈ സ്വിച്ചും മാറി വെച്ച് നോക്കി, എന്നിട്ടും വർക്ക് ചെയ്യുന്നില്ല. എ സിയുടെ കൂളിങ്ങിൻ്റെ സെൻസറുണ്ട് ഇതിനകത്ത്. ഇത് കൂളിങ്ങിൻ്റെ സെൻസറിൻ്റെ വയറാണ്. ആ സെൻസർ കംപ്ലൈൻ്റ് ആണെന്ന് നോക്കാം. ഇത് ഈ നീലയും ഈ കാപ്പിപ്പുള്ളിയുടെ ഷോർട്ടായി കഴിഞ്ഞാൽ ഈ സെൻസർ പോയതാണെങ്കിൽ എ സി വർക്കാവും. നീല വയറും ആ കാപ്പിപ്പൊടി കളറുള്ള വയറുടെ ഷോർട്ടാക്കി വെച്ച് നമുക്ക് നോക്കാം എ സി വർക്ക് ചെയ്യുന്നുണ്ടോ. ഇപ്പം എ സി കംപ്രസർ ഓണായിട്ടുണ്ട്. ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. ആ കംപ്രസർ പിടിക്കുന്നത് നമുക്കറിയാം. അന്നേരം ആ കൂളിംഗ് കോയില് വരുന്ന സെൻസർ കംപ്ലൈൻ്റ് ആയി പോയതുകൊണ്ട് അങ്ങനെ എ സി വർക്ക് ചെയ്യാൻ. ഈ സെൻസർ ഇങ്ങനെ ഷോർട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വേറെ കുഴപ്പമുണ്ട്. ഈ കൂളിംഗ് ആയി കഴിയുമ്പോൾ കംപ്രസർ ഓഫാണ്, അത് ഓഫാകത്തില്ല. അതുകൊണ്ട് ആ സെൻസർ മാറി വെക്കുന്നതാണ് നല്ലത്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല്. Yeah.